രക്ഷപ്പെടുന്നത് എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്നു? ഈ സെന്റ് അൽഫോൻസ ദേവാലയത്തിൽ എല്ലാ ദിവസവും തന്നെ വിസ്തൂർബാനുണ്ട്. ഇപ്പോൾ ഉള്ള അച്ഛൻ എല്ലാ ദിവസവും വിസ്തൂർബാന ഇവിടെ ചെല്ലലുണ്ട്. ഓടിക്കോ 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 എല്ലാരും ഈ പറഞ്ഞ സെന്റ് പ്ലസപ്പൊക്കെ എന്താണ് ആ ദേവാലയത്തിന്റെ അടിയിലേക്ക് ഓടിക്കോടി കേട്ടാ. പിന്നെ ഒരു അത്ഭുതമായിട്ട് മാതാവാണ് ഞങ്ങളെ രക്ഷിച്ചത്. ഈ മെയ് 1 തീയതി തൊട്ട് മെയ് 31 വരെ 7 മണി തൊട്ട് 7:30 വരെ മഞ്ഞച്ചിളി മാതാവിന്റെ ഗ്രോട്ടോയ്ക്ക് മുന്നിൽ ഞങ്ങൾ വണക്കവാസം വായിക്കുകയും ജപമാല ചെല്ലുകയും ചെയ്തിരുന്ന കുടുംബങ്ങളാണ് ഈ ഗ്രോട്ടോന്റെ അടുത്തുള്ള. ആ കുടുംബങ്ങളിലാണ് ഉരുള് പൊട്ടിയിരിക്കുന്നത്. പക്ഷേ ആൾക്കാർക്ക് ഒരു അപായവും വരുത്താതെ മാതാവ് ഞങ്ങളെ കാത്തു. ആർക്കെങ്കിലും ഖേദം തോന്നുന്നുണ്ടോ? മറ്റേ മാതാവ്, ഈ മാതാവിനല്ല, നമ്മളെ യേശുവിന്റെ മാതാവ് ഉണ്ടല്ലോ, ആ മാതാവിന്റെ അടിമയായിട്ട് അല്ലെങ്കിൽ ആ മാതാവിന്റെ സൽപുത്രനും പുത്രിയായിട്ട് ജനിക്കാത്തതിലും എന്റെ പൊന്ന് ചേച്ചി, അമ്മച്ചി, ഇങ്ങനെ ഈ മതവും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കൊതം എല്ലാവർക്കും മതം അല്ലെങ്കിൽ അത് മതചര്യമായിട്ടുള്ള ദൈവസങ്കല്പങ്ങൾ അല്ലെങ്കിൽ ആരാധന ഇങ്ങനെയുള്ള ഒരു അപകടങ്ങളൊക്കെ വരുമ്പോ ദൈവത്തിനെ വിളിക്കും. അത് ഏതൊരു മനുഷ്യനാണെങ്കിലും യുക്തിവാദിയാണെങ്കിലും ശരി, അത് വിളിച്ചു പോകും അറിയാതെ. പക്ഷെ ഇതിങ്ങനെ ഈ കൊതം ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ വിശാലമാക്കുന്നത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നില്ല. എന്റെ സ്വന്തം മാതാവിനെ പോലെ കണ്ടു തന്നെ പറയുന്നത്. ഇങ്ങനെയുള്ള വാക്കുപയോഗിക്കുന്നത് കൊണ്ട് പിന്നെ ആർക്കൊന്നും തോന്നണ്ട എന്റെ അടുത്ത്. കാരണം ഇങ്ങനെ തന്നെയാണ് ഇതിനൊക്കെ പറയുന്നത്. കാരണം മാതിരി വർത്താനൊക്കെ പറഞ്ഞു കണ്ട ഒരു ഉള്ളൂല്ല. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും രക്ഷപ്പെടാൻ വേണ്ടി മാതാവ് വേറൊരു അനുഗ്രഹം കാണിച്ച് ആദ്യം ഇടതുവശത്തിലുള്ള ചീളിയിൽ ഉരുള് പൊട്ടിച്ച് എല്ലാവരും അറിഞ്ഞ് എല്ലാവരും സുരക്ഷിതമായിട്ട് വീടുകളിലോട്ട് മാറിയതിന് ശേഷമാണ് വലത് സൈഡിലുള്ള ഉരുള് പൊട്ടിയത്. അത് ഏറ്റവും അവസാനത്തെ ഉരുളിനാണ് വായനശാല, വീടുകൾ, കടകൾ, കോഴി ഫാം, മാതാവിന്റെ ഗ്രോട്ട എല്ലാ സംഗതിയും പോയത് ഏറ്റവും അവസാനത്തെ ഉരുളിനാണ്. വിസ്തൂർബാനന്റെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് എല്ലാവരും ഇവിടെ ജീവിച്ചത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന മാതാവിന്റെ കീഴിലായിട്ട് എല്ലാരും മാതാവിന്റെ അടുത്തേക്ക് പൊയ്ക്കൊള്ളുക. അതായത് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വരുമ്പോ മാതാവ് അങ്ങോട്ട് കാത്തോളും. ഈ 40 കുടുംബങ്ങളും പള്ളിയോട് അടുത്തുള്ള കുടുംബങ്ങളാണ്. എല്ലാ വീട്ടിൽ നിന്നും ദിവസം 6:30 ഇവിടെ വിസ്തൂർബാനയ്ക്ക് വരും. വീട് നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ വീടിന്റെ മുകളെല്ലാം മൊത്തം എടുത്തുപോയി. 3 വീടുണ്ട് ഞങ്ങളുടെ വീടിന്റെ മുകളില്. അപ്പൊ വീടിനൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല, വീടിന്റെ മുകൾ ഭാഗമൊക്കെ എടുത്ത് കൊണ്ടുപോയി എന്നാണ് പറയണത്. മാതാവിന്റെ ഓരോ കളികള് എന്ത് പറയാനല്ലേ. സംഭവം ഒന്ന് പറയാം എങ്ങനെയാ ഇതങ്ങനെ. ഒരു 11:30 ആയപ്പോഴത്തേനും ഒരു കാറ്റാണ് വന്നത്. മഴ പെയ്യുന്നുണ്ട്, പക്ഷെ കാറ്റ് വീശിയപ്പോൾ ഇത് മരങ്ങൾ ഓടിക്കുന്ന കാറ്റല്ല വീശിയത്. അതായത് ചുഴലി പോണക്കൊരു കാറ്റാണ് ആദ്യം വീശിയത്. അത് ഒരു അരമണിക്കൂർ വീശി കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്ത് ഒരു ആരും പുറത്തിറങ്ങരുത്, എങ്ങോട്ടും പോകരുതെന്ന് പറഞ്ഞു. മാതാവ് നേരിട്ട് ഒന്ന് അരുൾ ചെയ്തതാണോ ആരും പോകരുത് പുറത്തിറങ്ങരുതെന്ന്? അങ്ങനെ എല്ലാരും ഞങ്ങൾ സുരക്ഷിതരായിട്ട് രക്ഷപ്പെട്ടു. നിങ്ങൾ പള്ളിന്റെ ക്യാമ്പിലാണ് കഴിയുന്നത്? അതെ, പള്ളിന്റെ ക്യാമ്പിലാണ്. ഈ ക്യാമ്പുള്ളതുകൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. അമ്മച്ചി ഈ പറയുന്ന മതം അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പള്ളിന്റെ ഒരു എന്താ പറയാ ക്യാമ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള ചാരിറ്റികൾക്ക് മാത്രമാണ് അമ്മച്ചിയെ ഇപ്പൊ നടക്കുന്നത്. പൊന്നമ്മച്ചിയെ 10-200 തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? വീട്ടിലോട്ട് താമസിക്കാൻ പോകാൻ പറ്റൂല. ഞങ്ങൾക്ക് പേടിച്ചിട്ട് ഞങ്ങൾ എങ്ങനെയാ കിടക്കുന്നത്. ഇനിയും മുകളിൽ കല്ലും പാറയും മണ്ണും ഒക്കെ ഉണ്ടല്ലോ. അത് എപ്പോഴാ വരുന്ന മഴയാണ് നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടവകയിൽ തന്നെ താമസിക്കണം, എല്ലാവരും ഒന്നിച്ച് താമസിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ ദൈവം എന്താണെന്ന് അറിയത്തില്ല, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ 4:30 വരെ ഉരുളുപൊട്ടി. ഈ വസ്തു ഉരുളുപൊട്ടി കഴിഞ്ഞാണ് അപ്രവസ്തു തുടങ്ങിയത്. അപ്രവസ്തു എന്തോ എനിക്കറിയില്ല. ചിലപ്പോ അവിടെ എന്തെങ്കിലും മാതാവിന്റെ എന്തെങ്കിലും പ്രത്യേക സാധനങ്ങളൊക്കെ എനിക്കറിയില്ല, ചിലപ്പോ എന്റെ അറിവില്ല എന്നായിരിക്കും. അപ്രവസ്ഥ ഏറ്റവും അവസാനത്തെ ഉരുളിനാണ് ഇത്രയും വീടും കടയും ഗ്രോട്ടോയും വായനശാലയും ആ സാറും എല്ലാം പോയത്. ഇങ്ങനെയുള്ള ഒരു സന്ദർഭം ഇതുപോലെ മനുഷ്യരുടെ ഇടയിലേക്ക് ഒരു പ്രകൃതി ദുരന്തമൊക്കെ അയച്ചു വരുമ്പോ അമ്മച്ചി ആരാണെങ്കിലും വിളിച്ചു പോകും ദൈവമേ എന്ന് എന്നാ. അതിന്റെ അടുക്ക് നമ്മളെ ദൈവം അല്ലെങ്കിൽ നമ്മളെ ദൈവം കുറെ ദൈവങ്ങളുടെ ടീം ഉണ്ടല്ലോ. ഞാനും ഒരു ദൈവത്തിനെ ആരാധിക്കുന്നുണ്ട്, എനിക്കും ആ ഒരു വിശ്വാസം ഒരു ദൈവം തന്നെയാണ്. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഞാൻ ഇങ്ങനെ വായു ശ്വസിക്കാനും അല്ലെങ്കിൽ ഇപ്പൊ പോട്ടെ നമ്മുടെ ഈ ഭൂമിന്റെ നിലനിൽപ്പ് എങ്ങനെയാണ്, നമ്മളിപ്പോ ഭൂമിന്റെ ഏതെങ്കിലും ഉപഗ്രഹത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുറേ പ്രകാശ വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു ഗ്രഹത്തിലൊക്കെ പോയി നോക്കുമ്പോൾ നമ്മുടെ ഭൂമി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു നക്ഷത്രം പോലെയൊക്കെ ഇങ്ങനെ ഒരു ഓട്ടിമാതിരൊക്കെ ചെറുത് തിളങ്ങും, അതേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ ഈ ഭൂമിന്റെ നിലനിൽപ്പൊക്കെ നോക്കുക. അത് ഇത് പറയണം, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല കേട്ടോ. മറ്റേ എന്തെന്നാണെന്നുണ്ടെങ്കിലും മതം അത് വേണ്ടാന്നൊന്നും പറയാനുള്ള ഒരു അർഹത യോഗ്യത ഒന്നും എനിക്കില്ല. പക്ഷെ നമ്മളെ മതം മാത്രമാണ് വിശാലമായത് എന്നുള്ള ഒരു രീതിയിൽ അത് വേണ്ട. അത് എന്താ പറയാ, ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടക്കുമ്പോ ഇങ്ങനെ ഈ രീതിയിൽ നമ്മുടെ മാതാവാണ് എല്ലാവരും വന്ന് രക്ഷിച്ചിട്ടുള്ളതെന്നൊക്കെ പറയുമ്പോ ഈ കാണുന്ന ആളുകളൊക്കെ മരിച്ചിട്ടും ഓരോ മനുഷ്യന്മാരിപ്പോ കിടന്ന് അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഏത് മാതാവാണ് ഇത് എനിക്കറിയില്ല. ഇതിനൊന്നും ഒരിക്കലും ഇത് ദൈവം ഒന്ന് രക്ഷിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളെടുത്ത് പറയുമ്പോൾ ഈ മാതാവിന്റെ സൈഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ അമ്മച്ചിന്റെ സൈഡിൽ നിന്നിട്ട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ദൈവം ഏതെങ്കിലും കുറെ മനുഷ്യന്മാരെ പടച്ചു വിട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഇങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടി, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ഒരു കുട്ടി ഇങ്ങനെ ഒഴുകി പോണ സമയത്ത് ഓടി വന്ന് പറന്ന് വന്ന് ആകാശത്ത് നിന്ന് പൊട്ടി വീണ് രക്ഷിക്കുന്ന ഒരു ദൈവസങ്കല്പം പറ്റൂല. ദൈവം എന്ന് പറഞ്ഞാൽ ഈ അമ്മച്ചാണെങ്കിലും അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾ ആരാണെങ്കിലും
ദൈവം മനുഷ്യർ എന്തിനാണ് ഭൂമിയിൽ സൃഷ്ടിച്ചെന്ന് ചോദിക്കുമ്പോൾ അമ്മച്ചിക്ക് അമ്മച്ചിന്റെ മതം പറയുന്നത്, അല്ലെങ്കിൽ വേറെ ഏത് മതമാണ് ആ മതങ്ങൾ പറയുന്ന രീതി ശൈത്യങ്ങൾ കാര്യങ്ങളൊക്കെ. അമ്മച്ചിന്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പുത്രം വന്നിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. പാപങ്ങൾ മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ട് നല്ലതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷെ ഇത് എനിക്ക് അത്ര യോജിപ്പായിട്ടും തോന്നുന്നില്ല. അപ്പൊ ഏതെന്നാണെന്നുണ്ടെങ്കിൽ ദൈവം ഇങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ഏറ്റവും വലിയൊരു സമാധാനമാണ്, സന്തോഷമാണ്, നല്ലൊരു പ്രതീക്ഷയാണ് അതൊക്കെ. പക്ഷെ ഇതിങ്ങനെ ഒന്നും ഇങ്ങനെ എനിക്കൊന്നും പറയില്ല അമ്മച്ചി. ഞാൻ എന്തെങ്കിലും പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലെന്തെങ്കിലും വിഷമോ സങ്കടമോ വെറുപ്പൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പൊറുക്കുക.